സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ജോർദാൻ നദിക്കരയിൽ യേശുവിന്റെ ജ്ഞാനസ്നാന തിരുനാളിൽ പങ്കുചേർന്ന ആയിരങ്ങൾ. ജോർദാൻ യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാളായി ആചരിക്കപ്പെടുന്ന ജനുവരി 12-ാം തീയതി ജോർദാൻ നദിക്കരയിൽ എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകർ. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ജോർദാനിൽ ജെറുസലേം പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ലയോടൊപ്പം ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം സ്മരിക്കുവാനാണ് ആയിരങ്ങൾ എത്തിയത്. പ്രാദേശിക ഭാഷയിൽ മുങ്ങുക എന്ന അർത്ഥം വരുന്ന മാൽ അക്താസ് എന്ന സ്ഥലത്താണ് എല്ലാ വർഷവും അനുസ്മരണത്തിനു വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ചാവുകടലിന്റെ 9 കിലോമീറ്റർ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളും ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അൽക്കാർ എന്ന സ്ഥലവും സ്ഥിതി ചെയ്യുന്നു. നാഷണൽ പാർക്കായിട്ടാണ് ഇവിടം സംരക്ഷിക്കപ്പെടുന്നത്. രാജകുടുംബാംഗവും അബ്ദുള്ള രണ്ടാമൻ രാജാവിന്റെ സാംസ്കാരിക മതകാര്യ ഉപദേശകനുമായ ഖാസി ബിൻ മുഹമ്മദ് രാജകുമാരൻ അധ്യക്ഷനായിട്ടുള്ള ബാപ്റ്റിസം സൈറ്റ് കമ്മീഷനാണ് പാർക്കിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. നിരവധി ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നദിയുടെ സമീപത്ത് ദേവാലയങ്ങൾ നിർമ്മിക്കുവാനുള്ള അനുമതി കമ്മീഷൻ നൽകിയിരുന്നു. തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ജെറുസലേം പാത്രിയാർക്കീസ് ആവശ്യപ്പെട്ടു. ആയുധങ്ങളുടെ ഉപയോഗവും കൊലപാതകങ്ങളും വീടുകൾ തകർക്കുന്ന നടപടികളും അവസാനിപ്പിക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മനുഷ്യാവകാശ സഹായങ്ങൾ ഇടതടവില്ലാതെ എത്തിക്കുന്ന ജോർദാനിലെ രാജകുടുംബത്തോടും സർക്കാരിനോടും സൈന്യത്തോടും ജെറുസലേം പാത്രിയാർക്കീസ് പിയർ ബാറ്റിസ്റ്റ പിസബെല്ല നന്ദി പറഞ്ഞു. ക്രിസ്മസ് രാത്രിയിൽ ഉത്തരഗാസയിൽ സ്ഥിതി ചെയ്യുന്ന ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിലേക്ക് ക്രൈസ്തവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ച ജോർദാനിയൻ ഹോസ്പിറ്റലിനോടും ഹാഷിമേറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷനോടും പാത്രിയാർക്കീസ് നന്ദി രേഖപ്പെടുത്തി. വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നതിന് മുൻപ് ജോർദാൻ നദിയിൽ നിന്ന് ഒരു പാത്രത്തിൽ ശേഖരിച്ച ജലം അദ്ദേഹം വിശ്വാസികളുടെ മേൽ ജ്ഞാനസ്നാന നവീകരണത്തിന്റെ അടയാളമായി തളിച്ചിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.